Hi all, magic morning. Magic morning. Okay. വീഡിയോ ഒക്കെ എല്ലാവരും ഓൺ ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള വീഡിയോ കൂടെ മനസ്സിലാവാം. ഇന്ന് ഈ ഒരു വീക്കിലെ ഫസ്റ്റ് ഡേ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്തു. അപ്പം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? പുതുതായിട്ടുള്ള ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? പുതിയ ആളുകൾ ഇപ്പൊ ഇന്ന് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്തവരില് മൊയ്തു സർ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കുറെ നാളത്തിന് ശേഷമാണ് ഈ ഒരു മാജിക് മോർണിംഗ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് സാധാരണ ഹാപ്പി മോർണിംഗ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒരു സൗണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നു. കുറവുണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് സൗണ്ടിൽ പറയാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ 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 ശരി, ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, ഇന്ന് ഒരു ഗ്രൂപ്പിൽ ഈ മാജിക് മോർണിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇന്ന് എനിക്ക് രണ്ട് ഇൻസൈറ്റ്. ഒന്ന്, ഞാനിങ്ങനെ മെഡിറ്റേഷനിലൂടെ പോകുമ്പോ നമ്മള് ലോകത്തിൽ നന്മ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, മീൻസ് എന്റെ ഫ്രണ്ട് സർക്കിളും ഫാമിലിയിലും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നന്മ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേസമയം തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് റിലാക്സ് ചെയ്യുമ്പോൾ, റിജുനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പ്രപഞ്ച ശക്തി നമുക്ക് ഏറ്റവും കൂടുതൽ വാതിൽ തുറന്നിരുന്ന ഈ സമയത്ത് നമ്മൾ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആവുന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. താങ്ക് യു. താങ്ക് യു മൊയ്തു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇന്ന് മൺഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെ, ഫ്രീ ആയിട്ട് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാം എന്നുള്ള തീമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങളോട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിലൊക്കെ ഉള്ള അത്ര ആളുകൾ ഇന്നില്ല. എങ്കിലും ഹാപ്പി, കാരണം പുതുതായിട്ട് ആളുകൾ ചെയ്തിട്ടുണ്ട്. പുതിയ ആളുണ്ട് മുഫീദ ഗോകുൽ. ഉണ്ട്, ഗോകുൽ ലെഫ്റ്റ് ആയി കണ്ടിരുന്നു മാം. എന്തായാലും ലാസ്റ്റ് ടൈം വിളിക്കാം. അപ്പം സെയ്ഫ് സർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സെയ്ഫ് സർ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുൻപത്തെ ക്ലാസ്സിലൊക്കെ സ്ക്രിപ്റ്റിന്റെ ആയിരുന്നു സർ പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടല്ലോ എല്ലാരും? സർ എന്തായാലും ചോദിക്കും, നിങ്ങൾക്കറിയാം. സർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ മാത്രമല്ല, അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക കൂടെ വേണം. സർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതാത്തവരുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ടോ ബാക്കിയുള്ളവര്? എന്താ മോളെ? സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞിരുന്നില്ലേ സേഫ് സാറ്? പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ എഴുതാത്തവരുണ്ടായിരുന്നു. ബാക്കിയുള്ളവര് എഴുതിയിട്ടുണ്ടോ? ഹലോ, ഓക്കെ, സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ക്ലാരിറ്റി മെന്ററും അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ടുള്ള സെൽഫ് വാളപ്രസന്റ് ഞാൻ ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മാജിക് മോർണിംഗ് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ചെയ്യേ മാജിക് മോർണിംഗ്. ഡോക്ടർ ആതിര, താങ്ക് യു. റോസ്ലിൻ, മണിസാർ, രഞ്ജിത്ത്, മൊയ്തു, കീശേരി, മേഘ. ഓക്കെ, ഒരുപാട് ആളുകൾ നമ്മുടെ സെഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ടാവും. ഇന്ന് ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇത് കഴിഞ്ഞതിന് ശേഷം എഫ് എന്ന് ടൈപ്പ് ചെയ്യും. ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ആളാണെങ്കിൽ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആൾ, എനിക്ക് എന്തെങ്കിലും ബേസിക് പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയില്ല. ബിനീഷ്, ഓക്കെ, ബിനീഷ് വ്ലോഗ്, ഓക്കെ ഫൈൻ. ബിനീഷ് ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. വേറെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബിനീഷ്.
ഗോകുൽ എന്നൊരു കുട്ടിയുണ്ട് സാറേ. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. എന്താ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് സാധനം ഞാൻ ഇതിലും പറയാം. വിഷയത്തിൽ എന്താ നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം പുതിയതായിട്ട് പങ്കെടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്തായിരുന്നു? ആരാണ് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചാണ്. താങ്ക് യു മണി സാർ. എന്താണ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞത്? എന്താണ് സ്ക്രിപ്റ്റിംഗ്? മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ആണെന്ന് പറഞ്ഞത്. മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ആണ് അല്ലെ? എന്താ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അത് നമ്മള് പ്രത്യക്ഷമായിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പവർ എന്ന ഒരു മാഗ്നറ്റ് അതിലേക്ക് വേണ്ട സംഭവങ്ങളെ ഇരുമ്പുകൾ അട്രാക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ലൈഫിലേക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ. അതിനുപയോഗിക്കാവുന്ന ഒരുപാട് ടൂളുകളുണ്ട്. 555 മെത്തേഡ്, അതേപോലെ തന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, ഒരുപാട് ടൂളുകളുണ്ട്. ഓക്കെ, ആ ടൂളുകളിൽ തന്നെ വളരെ ഫേമസ് ആയിരിക്കുന്ന ടൂളാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ള കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും അത് ഉപകാരപ്പെടും. സ്ക്രീൻ ഷെയറിംഗ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്രിപ്റ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച കാര്യം. ഹൗ ടു സ്ക്രിപ്റ്റ് ദ റൈറ്റ് വേ, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ എന്താ വേണ്ടത്? അതൊരു സിനിമയുടെ തിരക്കഥ എഴുതുന്ന പോലെ നമ്മൾ പറഞ്ഞു. റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാം ഇത്. അവിടെ നമ്മൾ എന്താണ് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതരുത്. എനിക്ക് കടം വേണ്ട, എനിക്ക് അസുഖം വേണ്ടെന്ന് എഴുതരുത്. പകരം എനിക്ക് ആരോഗ്യം വേണം, അതേപോലെ തന്നെ എനിക്ക് സമ്പത്ത് വേണം, അതേപോലെ രീതിയിൽ എഴുതുന്നത് പറഞ്ഞു. റൈറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസിലാണ് റൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽഡ് വിത്ത് ക്ലാരിറ്റി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെ ഫീലിങ്സ് എഴുതാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. ക്രെഡിബിൾ ആയിരിക്കാൻ, സത്യസന്ധമായിരിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പറഞ്ഞത്. ഇനി പുതുതായിട്ട് വരുന്ന ആളുകൾ ഇവർക്ക് പക്ഷേ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഡൗട്ട്സ് ഉണ്ടാവും. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന്? ഇപ്പോ ബിനീഷ് സാറാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിന് മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാക്ക് കേൾക്കുക അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ധാരണ നിങ്ങൾക്ക് ഉണ്ടോ? അതോ ഫസ്റ്റ് ആയിട്ടാണോ കേൾക്കുന്നത്? ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുകയോ ചെയ്യും. ബിനീഷ് സാർ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇതേപോലെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാം. ഡീറ്റെയിൽ അറിയാം. താങ്ക് യു. ഓക്കെ, സോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർഡിന്റെ സ്ഥാപകൻ ഹെൻറി ഫോർഡ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. വെദർ യു തിങ്ക് യു ക്യാൻ ഓർ തിങ്ക് യു ക്യാൻ ഐദർ വൈ യു ആർ റൈറ്റ് എന്നതാണ്. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ശരിയാണ്, ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നത്തെ ഒരു ലൈവ് ഇൻസിഡന്റ് പറയാം, ഇന്നുണ്ടായിരിക്കുന്ന ഇൻസിഡന്റ് പറയാം. ഓക്കെ, എനിക്ക് ഇന്നലെ മുതൽ തന്നെ നല്ല പനിയുണ്ട്, അത്യാവശ്യം നല്ല ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ രാവിലെ ഞാൻ ടേബിൾ ഡോക്ടർ ക്ലാസ് നിർത്തില്ല. ഞാനിങ്ങനെ ആലോചിക്കുക രാവിലെ എണീറ്റിട്ട് എന്താണ് ചെയ്യാൻ, ക്ലാസ് എടുക്കണോ വേണ്ടേ? ഇന്ന് എന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഫ്രീ ആയിട്ട് ഇന്നലെ രാത്രി ഞാൻ ടീം മെമ്പേഴ്സിനോട് എടുക്കില്ല എന്ന് അറിയിച്ചിട്ടില്ല. ഇനി ഒരാൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്യാണ് എന്ത് ക്ലാസ് എടുക്കാം, അതെന്നെ കൊണ്ട് പറ്റും, ഞാനതിന് ഓക്കെയാണ്, ഞാൻ എന്നെ തന്നെ കമാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഡിസൈഡ് ചെയ്യാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതും ശരിയാണ്, ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ശരി. ബോത്ത് ആർ റൈറ്റ്. നിങ്ങളൊരു കാര്യം നിങ്ങൾ മൈൻഡോട് പറയാണ് എന്നെ കൊണ്ടത് പറ്റുമോ? കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടാകുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് 6 വർഷം മുമ്പ് ഇതേപോലെ കമ്മ്യൂണിറ്റി ക്രിയയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ മൈ ആൻസർ ഇസ് അബ്സല്യൂട്ട്ലി നോ. ഐ ക്യാൻ ഡു ദാറ്റ്. ഞാനതാ പറയാം. പക്ഷെ when I believe in myself, ഞാൻ എപ്പോഴാണ് എന്നെ വിശ്വസിച്ചത്?
ആ സമയത്ത് ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് ക്ലാരിറ്റി മെന്റർ അല്ലെങ്കിൽ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നുള്ള രീതിയിലേക്ക് മാറാൻ സാധിച്ചു. ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ടാവും. എനിബഡി ആർക്കെങ്കിലും വേണ്ടി ഷെയർ ചെയ്യാം. പണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി ഇപ്പൊ നിങ്ങളത് ചെയ്തു. എനിബഡി ആർക്കും വേണം ഷെയർ ചെയ്യാം. എല്ലാവരുടെ ലൈഫിലും നിർബന്ധമായിട്ടുണ്ടായിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ചെയ്യുന്ന പ്രൊഫഷൻ വരെ ഒരു പക്ഷേ നിങ്ങൾക്ക് അന്ന് ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഈസി ആയിട്ട് ട്രാവലിംഗ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എഴുതിയിട്ടുണ്ടാവും. ലോട്ട് ഓഫ് എക്സാമ്പിൾ. ആരാണ് ഷെയർ ചെയ്യാറ്? ആരുടെ ലൈഫിൽ അങ്ങനെ എക്സാമ്പിൾ ഉണ്ടായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. ആര് ഞാൻ പറയണോ ചിന്തിച്ചിട്ട് എനിബഡി. ഞാൻ 5 വരെ കൗണ്ട് ചെയ്യും. അതിനുള്ള ആർക്കെങ്കിലും വന്നിട്ട് പറയാം, അല്ലെങ്കിൽ ആൻഡൈസ് ചെയ്യാം. 5 4 3 സംഭവം ശരിയാണ്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഞാൻ ബഷീർ സാർ പറഞ്ഞോളൂ. ഞാൻ വിനീഷ് സാറിന് തരാം. ബഷീർ സാർ പറഞ്ഞോളൂ. എനിക്ക് ആദ്യം ഇതേമാതിരി സ്റ്റേജിൽ കയറുന്ന ഭയങ്കര ഫിയറായിരുന്നു. എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ സംഘടനയുടെ കാര്യമായ ഭാരവാഹിയാണ്. എപ്പോഴും ഫംഗ്ഷൻ ആയാലും ഞാൻ അതിന് ഒഴിഞ്ഞു മാറലാണ്. ഇപ്പൊ എനിക്കത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നു. താങ്ക് യു ബഷീർ സാർ. ഒരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചെന്താ, എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയൂല, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, അല്ല എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ചിന്തിച്ചു. ഇത് ബഷീർ സാറിന്റെ ലൈഫിൽ മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 36 പേരുടെ ലൈഫിൽ ഈ എക്സ്പീരിയൻസ്, ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടെന്ന് എനിക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും. എന്താണ് ബിനീഷ് സാറിന്റെ എക്സാമ്പിൾ കൂടെ പറഞ്ഞു? എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു. അപ്പൊ ആദ്യ ക്ലയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് റിജക്ഷൻ ആണ്. ഈ പരിപാടി നമ്മളെ കൊണ്ട് നടക്കില്ലാന്ന് തോന്നുന്നു. ക്രമേണ നമ്മൾ അത് ചെയ്ത കാര്യം തന്നെ ചെയ്ത് ബെറ്ററായി. ഇപ്പൊ പിന്നെ അതൊരു വിഷയമല്ലാണ്ടായി മാറി. യെസ്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാനുള്ള ക്വാളിറ്റി ട്രൈറ്റ്സ് എനിക്ക് ഇല്ല എന്നുള്ള സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിശ്വസിച്ചു ഒരു സമയത്ത്, അല്ല ഇത് എന്നെ കൊണ്ട് പറ്റും, എനിക്കും ഒരു കസ്റ്റമറെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ച സമയത്ത് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതോ ഇറ്റ്സ് ആൻ ഈസി മെത്തേഡ്. ഇപ്പൊ ഒരു ഈസി മെത്തേഡ് ആയിട്ട് മാറുന്നതാണ്. താങ്ക് യു ബിനീഷ് ഫോർ ഷെയറിംഗ്. ഓക്കെ, സോ എന്നെ കുറിച്ച് പറയുന്നില്ല, നമുക്ക് വിരാട് കോഹ്ലിയെ കുറിച്ചൊന്ന് കേട്ടുവെക്കാം. വിരാട് കോഹ്ലിയുടെ law of attraction techniques. How does visualization help with that? It is everything for me. How does visualization help with that? It is everything for me. So if you're good. വിഷ്വലൈസേഷൻസ് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എല്ലാം, വിഷ്വലൈസേഷൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോറി, ഒരു മിനിറ്റ്. How does visualization help with that? It is everything for me. So if you're going to play an overseas tour, say to Australia or England or something like that, I literally sat down 2-3 months before and I've made a decision in my head that I'm going to take their best bowler on. And when I train in the gym, when I'm practicing, regularly there are visuals running in my head, me dominating that bowler. When I train, I have music on. I'm putting myself in a situation where that guy is bringing the heat onto me and I'm countering that. And, that becomes such a reality in your head. And invariably, when I went into that situation, I ended up dominating that guy in their own home conditions. And what specifically are you seeing when you're visualizing? I'm actually seeing smashing that bowler all over the field. So I actually feel that emotion in my heart and I can feel that this is going to happen. And you tune your head or you tune your mind in a way that it's so convincing in your mind that when you're in that situation, your body just takes over because it's already registered in your mind. And when that happens, you feel like, oh man, this is so powerful. Because if something looks difficult and if you don't convince yourself to go out there and achieve the opposite, you're never going to be able to do it. You can't just land in a place and say, I'll see what happens. That way your chances of succeeding become very, very low. Okay, പറഞ്ഞിരിക്കുന്ന കാര്യം ബേസിക്കലി ഇതാണ്. അദ്ദേഹം ഒരു കളി കളിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും വിഷ്വലൈസ് തുടങ്ങും. വളരെ സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും,
ഫീൽ ചെയ്യും. അദ്ദേഹം ഏറ്റവും നല്ലൊരു ബൗളറായിട്ട് ബൗൾ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റുള്ള ആൾ ബൗൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ബാറ്റ് ചെയ്യുന്നത്, ആ കപ്പ് ലഭിക്കുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു ഡിപ്രഷൻ മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, മാറിയിട്ട് ഇതേപോലത്തെ ആയിരിക്കുന്നതിന് പിന്നിൽ ലോ ഓഫ് അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ സീക്രട്ട് ബുക്ക് ആണെന്നൊക്കെ അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ ചിന്തകൾക്കാണ്. ഈവൻ അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇന്നത്തെ കാര്യം സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ എന്ത് ചെയ്യും, ഒരു ധാരണ കിട്ടും. സോ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ ഇത്രേ ഉള്ളൂ. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു എ പേഴ്സൺസ് ലൈഫ്. ഇന്നലെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും മീറ്റ് ചെയ്ത സമയത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം വേറെ ഒരാളുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പതുക്കെ അവിടുന്ന് പറഞ്ഞു, എടാ ഞാൻ ചെറിയ ബിസിയാണ്, ഞാൻ അവിടുന്ന് മാറി. എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എടാ ചെറിയ ബിസിയാണ്, ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മാറി. ബൈ. അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്കോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിലേക്കോ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു എ പേഴ്സൺ. സിമ്പിൾ അത്രേ ഉള്ളൂ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല, പനിയാണെന്ന് ചിന്തിച്ച സമയത്ത് എനിക്ക് കറക്റ്റ് ഏകദേശം പനിക്കുന്നുണ്ട് രാവിലെ. ഓക്കെ, ഞാൻ ഇപ്പൊ ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ഞാൻ വേർക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഫാൻ ഒന്നും ഇട്ടില്ല, AC ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. ഓക്കെ, അങ്ങനെ എന്താ, എനിക്ക് എല്ലാത്തിനും തണുക്കുന്നുണ്ടായിരുന്നു, ബോഡി തണുപ്പായിരുന്നു. ആ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഏത് തോട്ട്സ് ആണോ നമ്മൾ കൊണ്ടുവരുന്നത്, അതേ എക്സ്പീരിയൻസും വരും. യു വിൽ ഗെറ്റ് ദ സെയിം എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾ പറയാണ്, ഇന്നത്തെ ദിവസം അയ്യോ ഇന്ന് പോരാ, ഇന്ന് മൺഡേ ആണ്, ഇന്ന് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അല്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ഡേ കിട്ടും. ഇനി ഈ ഒരു മൊമെന്റ്, ഓക്കെ, ക്ലാസ് ഒക്കെ ആയി, ക്ലാസ് ഒന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെനിക്ക് മനസ്സിലാവാത്ത വലിയൊരു സബ്ജക്റ്റ് ആണ്, എനിക്ക് ഇതൊന്നും നടക്കാമോ എന്ന് ചിന്തിച്ചു നോക്കി, അതേപോലെ വരും. അതല്ല, ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്തോ കിട്ടും, എൻ്റെ ലൈഫിലേക്ക് ഒരു ചേഞ്ചിങ് ടൂൾ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അതിനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. തിങ്ക് ഓഫ് ഇറ്റ് ആസ് മാഗ്നറ്റിക് ഫോഴ്സ്. വാട്ട് യു ഫോക്കസ് ഓൺ യു അട്രാക്ട്, വെദർ ഇറ്റ്സ് ഹാപ്പിനെസ്, ലവ്, സക്സസ് ഓർ വെൽത്ത്. എന്താണ് അതൊരു മാഗ്നറ്റിക് പവർ ആയിട്ട് ചെയ്യുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ഹാപ്പിനെസിനെ കുറിച്ചിട്ടുള്ള ഹാപ്പിനെസ് കിട്ടും, ലവിനെ കുറിച്ചാണ് ലവ് കിട്ടും, സങ്കടത്തിനെ കുറിച്ചാണ് സങ്കടം കിട്ടും. ഓക്കെ, ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് ദാരിദ്ര്യം കിട്ടും. വി ഹാവ് ദ പവർ ടു ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ റിയാലിറ്റി ത്രൂ ദ എനർജി യു എമിറ്റ് ഇൻ ദ യൂണിവേഴ്സ്. നിങ്ങളെ യൂണിവേഴ്സിന്റെ ചുറ്റുള്ള ഒരു എനർജി ഉണ്ട്, അതിനെ എമിറ്റ് ചെയ്യാൻ, നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈവൻ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അത്തരത്തിലായിരിക്കും. നിങ്ങളുടെ ജോലി അത്തരത്തിലേക്കായിരിക്കും വരിക. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണോ, നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത്, അത്തരം ആളുകളാണ് നിങ്ങളുടെ ചുറ്റുപാട് പോലും ഉണ്ടാവും. സോ നമ്മുടെ ചുറ്റുപാടുകളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ നമുക്കുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പവർ നമുക്കുണ്ട്. നമ്മൾ സങ്കടപ്പെടണോ, നമ്മൾ ടെൻസ്ഡ് ആവണോ എന്നൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആക്ച്വലി നമ്മളാണ്. പല സമയത്തും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതായിരിക്കില്ല. ഈ അടുത്തിടെ എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾക്കൊരു ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, ഞാൻ ടെൻസ്ഡ് ആണ്, ഇന്ന് 2 എണ്ണം അടിച്ചാലെന്ന് ചോദിച്ചത്. ഓക്കെ, ഇന്ന് 2 എണ്ണം അടിച്ചാലും ഞാൻ ആലോചിക്കണം. അയാളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതാണ്, ഞാൻ അയാൾ അടിക്കാൻ കൂടെ പൈസ വേണം. അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട്സ് എ റിയൽ പ്രോബ്ലം? അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു അതല്ല പ്രോബ്ലം. അപ്പൊ അദ്ദേഹം പറഞ്ഞു പിന്നെന്താ പ്രോബ്ലം? ഞാൻ ചോദിച്ചു എന്താ, അദ്ദേഹത്തിന് പൈസ കൊടുക്കണം എന്നതാണോ പ്രോബ്ലം? അതെ. അതിനെന്താ പ്രശ്നം? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതാണോ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല പ്രശ്നം. പിന്നെ അദ്ദേഹം ചോദിച്ചു എന്താ പ്രശ്നം? അദ്ദേഹത്തിന് പൈസ കൊടുക്കണം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതല്ല പ്രശ്നം, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാനുള്ളതാണ് പ്രശ്നം. അതെ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് എന്താ പറയാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ യഥാർത്ഥ പ്രശ്നം എന്നത് പൈസ ഇല്ലാത്തതല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ ഫേസ് ചെയ്യുന്നതാണ് പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് പാസ് ചെയ്യും. എന്താണ്?
ഞാൻ ഇന്ന ഒരു സിറ്റുവേഷൻസിലാണ്, ഒരു 6 ഡേയ്സും കൂടെ, അദ്ദേഹം പറഞ്ഞു 6 ഡേയ്സ് കൊണ്ട് എനിക്ക് കിട്ടും, ഒരു 6 ഡേയ്സും കൂടെ എനിക്ക് സമയം വേണം എന്ന് വാട്സപ്പ് ചെയ്യും. ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അയാളെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തോട് തർക്കിച്ചെങ്കിലും ഫൈനലി ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. നിങ്ങൾക്ക് ഇത് റൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം കൂളായതിനു ശേഷം അദ്ദേഹം ഇതേ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞു. അത് അദ്ദേഹം കേൾപ്പിച്ചു, താങ്ക് യു സേഫ്. ഓക്കെ, ഇതേപോലെ എൻ്റെ പല സുഹൃത്തുക്കളും വന്നിട്ട് എന്നോട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ട് ചോദിക്കും, തിരിച്ചു ചോദിക്കും, ഇസ് ഇറ്റ് ദ റിയൽ പ്രോബ്ലം? ഇതാണോ ശരിക്കും പ്രശ്നം? അവിടെ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു മോട്ടീവ് ചെയ്തൊരു വാക്കുണ്ട്, ഡോക്ടർ ജോബിറ്റാലയുടെ വാക്കാണ്. അദ്ദേഹത്തിന്റെ അട്രാക്ട് മണി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ കാണുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ലാതെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആയിരിക്കില്ല റിയൽ പ്രോബ്ലം. അപ്പൊ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ്? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണോ ശരിക്കും? കാരണം എന്താ, നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. എന്തിനെ? നമ്മുടെ ചുറ്റുപാടുകളെ റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഒരു ഇത് കൂടെ കേട്ടോ, ഒരു വീഡിയോ. And I believe a lot in luck. I believe the universe has some way of making things happen for you. This is a little strange, so bear with me. I have a thing where if I want something really badly and it's like something that I want, or like an award or a film, or maybe something health related, or maybe even a holiday, or something to do with like just anything, I just act out that particular situation by myself in my bathroom in front of my mirror. It's just an act that I put up to myself. So for example, now I really want to eat a pizza. Okay, this is really random. No, okay, so I really want an Oscar. Okay, so literally this is me in front of the mirror. This award means so much to me. Thank you so much to the Academy. That's literally what I will do. So that's my lucky charm, guys. Pretending, acting to myself and putting the energy out. ആലിയ ഭട്ട് അല്ലേ? അതെന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണമെങ്കിൽ ഞാനത് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് എക്സാമ്പിൾ അത് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഓസ്കാറാണ് വേണ്ടതെങ്കിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് മിററിന്റെ മുമ്പിൽ നിൽക്കും, എന്നിട്ട് അത് അതേപോലെ പറഞ്ഞിട്ട് ഇത് ചെയ്യും. അതാണ് അവരുടെ ലൈഫിലേക്കുള്ള ചാമിങ് എനർജി എന്ന് എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രൂവൺ ടെക്നിക്കാണ്, ഒരു പ്രൂവൺ മെത്തേഡാണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ ഒരു മാജിക് ഒന്നുമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ആക്ഷൻസ് കൂടെ എടുക്കുകയാണ്. അപ്പൊ അതിനുള്ള ചില ടെക്നിക്കൽ മാനിഫെസ്റ്റോ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഒരാൾക്കൊരു എനിക്കൊരു സിനിമ എഴുതണം എന്നൊരു മൈൻഡിലുണ്ട്, എൻ്റെ മൈൻഡിലൊരു കഥയുണ്ട്, ഞാൻ നല്ലൊരു എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ഞാൻ എല്ലാ ദിവസവും ഒരു നല്ല എഴുത്തുകാരനാകുന്നത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എഴുത്തുകാരനാവോ? ഇല്ല അല്ലേ? ഞാനത് സ്ക്രിപ്റ്റിംഗ്, ആ റൈറ്റിംഗ് എഴുതി തുടങ്ങുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുക, നല്ലൊരു എഴുത്തുകാരനായിട്ട് മാറുക. ഇമ്പോർട്ടൻസ് ഫാക്ടർ ആക്ഷൻസ്. പക്ഷെ ആ ആക്ഷൻസിലുള്ള ബിലീഫ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നതിന് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ വല്ലാണ്ട് എന്ത് ചെയ്യും, സഹായിക്കുന്നതാണ്. സോ ഇതിനൊരു ബേസിക്കലി പറയുകയാണെങ്കിൽ whatever is going on in your mind is what you are attracting. നിങ്ങളുടെ മൈൻഡിലൂടെ എന്താണോ കടന്നു പോകുന്നത് അത് നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ 6 മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഇതിൽ ഒന്ന് മാത്രമായിരിക്കും ഇന്ന് പഠിപ്പിക്കുക, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോവാണ് റൈറ്റ് നൗ. എല്ലാവരും ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, റെഡി ആയിരിക്കുക. ടേക്ക് എ പെൻ, ടേക്ക് എ പേപ്പർ. ഓക്കെ, എന്താണ് മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ആൻഡ് ഐഡിയയുടെ ഇന്നത്തെ ഒരു ദിവസത്തിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം. എല്ലാവരും എക്സ്പീരിയൻസ് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്ന എനിക്ക് ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ത് ചെയ്യണം, എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് തരണം.
പേഴ്സണലി ഷെയർ ചെയ്തിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു അനുഭവം എന്നുള്ളത്. സ്ക്രിപ്റ്റ് ആൻഡ് ഐഡിയയുടെ ഇന്നത്തെ ഒരു ദിവസത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനൊരു റൂൾസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റീസ് ആണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യാം, ഡെയിലി ചെയ്യാൻ പറ്റുന്ന മോർണിംഗ് ആക്ടിവിറ്റീസ് ആണ്. എന്തൊക്കെ എഴുതേണ്ടത്? എക്സ്പെക്ടേഷൻ ഫോർ ദ ഡേ. ഇന്നത്തെ ദിവസത്തിന് നിങ്ങൾക്ക് വേണ്ട എക്സ്പെക്ടേഷൻ ആണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഇന്നലത്തെ അക്കംപ്ലിഷ്മെന്റ്, ഇന്നലെ നിങ്ങൾ നേടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം എന്ന് എഴുതണം. അതേപോലെ പിന്നെ വേണ്ട സംഭവം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്. നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയും അതിലുണ്ടായിരിക്കണം. ഞാൻ 1-2 എക്സാമ്പിൾ കാണിച്ചിട്ട് എന്തൊക്കെയാണ് പ്രോംപ്റ്റ്സുകൾ നോക്കാം. ഏതൊക്കെ പ്രോംപ്റ്റ്സുകളാണ് ഇതിന് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ നമ്മൾ എഴുതുന്ന രീതി ഉണ്ടല്ലോ, അതിനാണ് പ്രോംപ്റ്റ്സ്. പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നതാണ് വാട്ട് ക്യാൻ അച്ചീവ് ടുഡേ. ഇന്ന് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യുന്നത്, ഇന്ന് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇന്ന് ഉണ്ണികൃഷ്ണൻ സാറിന് എന്താണ് ഉണ്ണികൃഷ്ണൻ സാറിന്റെ ലൈഫിൽ വേണ്ടത്. നാളെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് രാത്രി ആവുന്നതിന് മുമ്പ് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഇതിന് എക്സാമ്പിൾ പറയാം. ഇതെന്റെ ഇന്നത്തെ എക്സാമ്പിൾ ആണ്. വാട്ട് ക്യാൻ ഐ അച്ചീവ് ടുഡേ, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാം. ഇന്ന് എനിക്കുള്ളൊരു സംഭവം എന്നല്ല, ടുഡേ ഇന്ന് എനിക്കുള്ളത് ഐ ആം ഡെഡിക്കേറ്റഡ് ടു കണ്ടക്ടിങ് ആൻ ഇൻസൈറ്റ്ഫുൾ ഇന്റർവ്യൂ വിത്ത് ആൻ എക്സ്പീരിയൻസ്ഡ് കമ്പനി സെക്രട്ടറി. ഇന്ന് ഞാനൊരു കമ്പനി സെക്രട്ടറിയുമായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കും. റിയലി ആണോ ഇത്? ഇന്ന് എൻ്റെ ലൈഫിലേക്കുള്ള ഇന്ന് എൻ്റെ ലൈഫിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. മൈ ഗോൾ ഈസ് ടു ക്യാപ്ചർ വാല്യുബിൾ ഇൻസൈറ്റ് ആൻഡ് അഡ്വൈസ് ദാറ്റ് ക്യാൻ ഗൈഡ് ദ ഇൻസ്പയർഡ് സ്റ്റുഡന്റ് ആസ്പിറിംഗ് ടു ദീസ് കരിയർ. എൻ്റെ ഗോൾ എന്താണ്? ഈ ഒരു കമ്പനി സെക്രട്ടറി ആവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദ ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂവിന് ശേഷം ഐ പ്ലാൻ ടു എഡിറ്റ് ആൻഡ് അപ്ലോഡ് ദ വീഡിയോ ടു യൂട്യൂബ്. അതിനുശേഷം എനിക്ക് ആ വീഡിയോ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. എൻഷുറിങ് ഇറ്റ്സ് എൻഗേജിങ് ആൻഡ് ഇൻഫോർമേറ്റീവ്. എനിക്ക് എന്ത് ഉറപ്പ് വേണം? അത് എൻഗേജിങ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, പ്രൊവൈഡിങ് എ വാല്യബിൾ റിസോഴ്സ് ഫോർ ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പനി സെക്രട്ടറി വർക്ക്. കമ്പനി സെക്രട്ടറി വർക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു റിസോഴ്സ്ഫുൾ ആയിരിക്കണം ഈ ഒരു സംഭവം. ഇതാണ് എനിക്ക് ഇന്ന് അച്ചീവ് ചെയ്യേണ്ട സാധനം. ബേസിക്കലി പറയുന്നതാണ്, ഞാനൊരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, ആ ഇന്റർവ്യൂ വളരെ സൂപ്പർ ആയിരിക്കണം. സിംഗിളാണ്. ഓക്കെ, ഞാൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, ആ ഇന്റർവ്യൂ സൂപ്പർ ആയിരിക്കണം, അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് എത്തണം. അതാണ് ബേസിക്കലി എനിക്ക് വേണ്ട സംഭവം. ഇനി വാട്ട് എക്സ്പീരിയൻസ് വുഡ് ഐ ലൈക്ക് ടുഡേ. എന്ത് എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേറെ എന്തോ ആവട്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആവുന്നില്ല. നിങ്ങൾ ഇന്ന് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ ഒരു ഐ ഹോപ്പ് ടു എക്സ്പീരിയൻസ് എ മീനിങ്ഫുൾ ആൻഡ് എൻറിച്ചിങ് കോൺവെർസേഷൻ വിത്ത് എക്സ്പീരിയൻസ്ഡ് കമ്പനി സെക്രട്ടറി. ഞാൻ ആ കമ്പനി സെക്രട്ടറിയുമായിട്ടുള്ള സംഭാഷണത്തിൽ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് കിട്ടണം, ഒരു നല്ലൊരു എൻറിച്ചിങ് കോൺവെർസേഷൻ ആയിരിക്കണം അത്. ഓക്കെ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൊഫഷൻസിൽ ചലഞ്ച് ആഗ്രഹിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ, ഈ ഒരു കോണ്ടന്റ് കണ്ടു ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് അതിന്റെ ബേസിക് ഐഡിയ കിട്ടണം. ആസ് പെർ ടു ക്രിയേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് എൻഗേജിങ് എൻവയോൺമെന്റ് ദാറ്റ് എൻകറേജ് ഓപ്പൺ ആൻഡ് ഇൻസെൻസിറ്റീവ്. ഞാനും അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാനും അദ്ദേഹം സംസാരിക്കുന്നതും അദ്ദേഹത്തോട് സംസാരിച്ച് വളരെ ഹാപ്പി ആവുന്നതും അദ്ദേഹവും ഞാനും പിന്നീട് ഫുഡ് കഴിക്കുന്നതും അദ്ദേഹമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതും. പിന്നെ ഒരുപാട് ആളുകൾ യൂട്യൂബിന്റെ താഴെ ഇങ്ങനെ കമന്റ് ചെയ്യാണ്, എന്താണ് ചെറിയൊരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഞാൻ കമ്പനി സെക്രട്ടറി ആയി, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഡൗട്ട്സുകളൊക്കെ തീർന്ന് എന്റെ വാട്സപ്പിലേക്ക് അതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ. ഇത് ആണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യേണ്ടത്, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ, ഇനി വാട്ട് ഐ ഡു അച്ചീവ് എസ്റ്റർഡേ. മറ്റൊരു സാധനമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ഞാൻ കാണിച്ചുതരാം. വാട്ട് ഐ ഡു അച്ചീവ് എസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ എന്താണ് നേടിയിരിക്കുന്നത്? ഇന്നലെ സൺഡേ ആണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും. ഇന്നലെ സൺഡേ ആണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും. ഓരോ ദിവസങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇന്നലെ എൻ്റെ ഒരു അനിയന്റെയും അതേപോലെ തന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവന്റെ ബ്രദറും കൂടി ആയിട്ടുള്ള അവന്റെ കല്യാണമാണ്. യെസ്റ്റർഡേ I attended my colleague's friend's brother wedding, which was a wonderful opportunity to reconnect with many old friends and celebrate together. എൻ്റെ നാട്ടിലാണ് ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാനും അവരോട് സംസാരിക്കാനും അവരോട് കൂടെ സെലിബ്രേറ്റ് ചെയ്യാനും ഒരു അവസരം ഉണ്ടായി. എൻ്റെ ടീം മെമ്പേഴ്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. I also took the time to visit family friends. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലും എന്ത് ചെയ്ത ഉമ്മനെ, ഉപ്പനെ, എൻ്റെ വല്യമ്മനെ,
അമ്മായി, ഇങ്ങനത്തെ കുറെ ആളുകളെ അങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടെ അതിൽ എനിക്ക് ഉപകാരപ്പെടുത്തി. സ്ട്രെങ്തനിങ് ബോൺസ് ആൻഡ് ക്യാച്ചിങ് അപ്പോൺ ഈച്ച് അതർ ലീവ്സ്. These interactions not only provide me with a sense of joy and community with, also help me to nurture important personal relation. മലയാളത്തിൽ എഴുതിയാൽ മതിയല്ലോ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണ്ടി എഴുതുന്നുള്ളൂ. ഓക്കെ, ഇന്നലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ ഫ്രണ്ട്സുകളെയും എൻ്റെ റിലേറ്റീവ്സുകളെയും എൻ്റെ ഉമ്മയെ ഉപ്പയൊക്കെ കാണാൻ സാധിച്ചതും അതേപോലെ തന്നെ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതൊക്കെ ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുകയാണ്. അത് വലിയൊരു സംഭവമാണ്. എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, കല്യാണത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഇതേപോലെ വേറെ കുറെ അച്ചീവ്മെന്റ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്തിനൊക്കെയാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് പിന്നെ എഴുതേണ്ടത്? അതെനിക്ക് ഫാമിലി, ഫ്രണ്ട്സ്, ആരോഗ്യം, ഇങ്ങനെ നമുക്ക് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? വാട്ട് ക്യാൻ അച്ചീവ്. നിങ്ങൾക്ക് ഇന്ന് എന്താണ് വേണ്ടത് ഒന്ന് എഴുതി നോക്കി, ഇപ്പൊ തന്നെ എഴുതുക. നമ്മുടെ സെഷൻസ് ഇതോടെ അവസാനിക്കും. നിങ്ങൾക്ക് ഇന്ന് എന്താണ് വേണ്ടത് മലയാളത്തിൽ എഴുതിയത്. ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം ആവുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇന്നത്തെ ദിവസം? രണ്ടാമത് നിങ്ങൾ എഴുതേണ്ടതാണ് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടത്. ഒന്നും എന്താണ്, അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് കാണുമ്പോൾ എന്താ, ഒരു റിസൾട്ട് ആണ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത് അല്ലേ? ഒരു റിസൾട്ട്. ഇന്നിപ്പോ എനിക്കൊരു അഡ്മിഷൻ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലേക്ക് ഒരാളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്ടിന്റെ ഇത്ര പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം. ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ്സ് ആണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. രണ്ടെന്താണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താ, എന്തൊക്കെയാണ് ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ചൊരു മെയിൻ അച്ചീവ്മെന്റ്സ് എന്താ. 4, എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്, നന്ദിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ബിമാജിക് പുതിയൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. 8th മുതൽ ഡിഗ്രി PG വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന്, 8th മുതൽ PG വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ബിമാജിക് മെമ്പർഷിപ്പിന് ഫ്രീ ആയിരിക്കും. അപ്പൊ അത്തരം ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, ഇതിന് ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തിട്ട് അയക്കുക. അവരുടെ സ്കൂളിൽ പഠിക്കുന്ന രജിസ്ട്രേഷൻ ആയിട്ട് ഇടയ്ക്ക് അവരെന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് അടക്കണം. അതേപോലെ തന്നെ ഈ ഒരു കൾച്ചർ പാലിക്കാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഇതിന്റെ റൂൾസുകളൊക്കെ പാലിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. ഒരാഴ്ച നമ്മൾ അവരെ നോക്കും. ഒരാഴ്ച അവർ നോക്കിയതിന് ശേഷം ആക്റ്റീവ് അല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ റിമൂവ് ചെയ്യും. അപ്പൊ നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ അറിയുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്ത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻസ് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. 8th മുതൽ PG വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. ഇങ്ങനെ ഒരു മൈൻഡ് പവറിനോടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവാനും അതിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ആളുകളായിരിക്കണം. അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. എഴുതി കഴിഞ്ഞോ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സുകളിൽ ചോദിക്കാം. ഫൈനലി ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ചിന്തകളും, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പത്രം വായിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തരുന്നതല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. ഒരിക്കലും സോക്രട്ടീസിന്റെ അടുത്തേക്ക് ഒരാളിങ്ങനെ, സോക്രട്ടീസ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിന്റെ ഓടിച്ചെന്നു. അദ്ദേഹം എങ്ങനെ കഥിച്ചിട്ട് പറഞ്ഞു, സോക്രട്ടീസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനാണ്. സോക്രട്ടീസ് ആണ്, വെയിറ്റ്, നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് എനിക്ക് വല്ല ഉപകാരവും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോ, ഇല്ല. സോക്രട്ടീസ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരവും? അപ്പോൾ അദ്ദേഹത്തിന്റെ ആൻസർ,
നോ എന്നായിരുന്നു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആ കാര്യം പറയണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഉപകാരമുണ്ടോ? ഇതില്ലാത്തൊരു കാര്യത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് എനർജി ആവാനാണ് ചാൻസ് കൂടുതൽ, അല്ലെ? ഞാനും സിന്ധു മാമും സംസാരിക്കുമ്പോൾ അതുകൊണ്ട് സിന്ധു മാമിന് ഉപകാരമില്ല, എനിക്ക് ഉപകാരമില്ലെങ്കിൽ എന്തായിരിക്കും? മറ്റൊരാളെ കുറ്റമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ കാര്യമായിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ ഏതൊരു കോൺവെർസേഷൻ ആണെങ്കിലും, ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അമ്മന്റെ പ്രശ്നമായിരിക്കും, അച്ഛന്റെ പ്രശ്നമായിരിക്കും, അനിയന്റെ പ്രശ്നമായിരിക്കും. കഴിയുന്നതും അത്തരം കോൺവെർസേഷൻ, അത്തരം സംസാരങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം പോയി കഴിഞ്ഞാൽ ആ എനർജി അവിടെ ഉണ്ടാവും. ഇത് അന്നേരം തിരിച്ചറിഞ്ഞ സംഭവമാണ്. ആ എനർജി എന്തുണ്ടാവും? അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത് നമ്മളെ തോട്ട്സുകളെ കുറിച്ച്, നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആണ് എന്നുള്ളൊരു ഷുവർട്ടി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നൊരു ഷുവർട്ടി കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ചലഞ്ചസ് ഉണ്ടാവില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. ചലഞ്ചസുകൾ വരും. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ, ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചലഞ്ചസ് വരും. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കുന്നതാണ് ഈ ഒരു സംഭവം. ഗ്രാറ്റിറ്റ്യൂഡും സ്ക്രിപ്റ്റിങ്ങും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും എന്താണ്? അതിന് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ബഷീർ സാറ് ഒരു സമയത്ത് ഏതൊരു ക്ലാസ്സിലോ ഫീഡ്ബാക്കിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാറില്ല, പകരം എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി എനിക്ക് നൽകണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളിപ്പോയി മനസ്സിലാക്കുക, നിങ്ങൾ സ്ട്രോങ് ആവാനും വേണ്ടി, നിങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടാനും വേണ്ടി എപ്പോഴെങ്കിലും ആഗ്രഹിച്ചോ നിങ്ങളുടെ ലൈഫിലേക്ക് ചലഞ്ചസ് വരും. ഇപ്പോഴുള്ള ലൈഫിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആവണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ മൊമെന്റ് മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചലഞ്ചസ് വരും. കാരണം എന്താ? അതല്ലാതെ വേറെ മാർഗമില്ല. നമ്മുടെ ബോഡി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ബോഡിയിൽ ട്രാൻസ്ഫോം ഉണ്ടാകുന്ന പോലെ നമ്മുടെ മെന്റൽ ജിമ്മ് നടക്കണം, നമ്മുടെ സ്ട്രെങ്ത് കൂടണം. ആ സ്ട്രെങ്ത് കൂടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ ലൈഫിൽ ചലഞ്ചസ് വരണം. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് നമ്മൾ പഠിക്കണം. ആ ഒരു ചലഞ്ചസിനെ ഓവർകം ചെയ്ത് നമ്മൾ പഠിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് നമ്മൾ മെന്റലി കൂടുതൽ സ്ട്രോങ് ആവുക. ആ മെന്റലി കൂടുതൽ സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ചലഞ്ചസിനോട് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. താങ്ക് യു, എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ചലഞ്ച് കൂടെ തന്നതിന് നന്ദി. ആ ചലഞ്ചസിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ചലഞ്ചിന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വിഷയമുള്ള കാര്യം അല്ലേ? 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ് പാസ്സാകുന്ന വിഷയമുള്ള കാര്യം. ലൈക്ക് ദാറ്റ് എന്ത് ചെയ്യാം? അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. താങ്ക് യു ആൾ. മുഫീദ കട്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈഫൈക്ക് അഡീഷൻ മെസ്സേജ് അയക്കാനുണ്ട്. സോ എനിബഡി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറേ, ആ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസ് ആണ് പ്രകാശ് സാറിന്റെ ലൈഫിൽ? എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ വേണ്ടത്? ബേസിക്കലി ആയിട്ട് ബേസിക് ആയിട്ട് ഇന്ന് എന്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം കഴിയുന്നതിന് മുമ്പ് എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള എന്ത് മൊമെന്റ് ആണ് നിങ്ങൾ ലൈഫിലേക്ക് വരേണ്ടത്? സ്വാഭാവികമായിട്ട് നമ്മൾ ഹാപ്പിനെസ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ ആ എന്താണത്? ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്ലാൻ ഉണ്ടാവുമല്ലോ. ആ പ്ലാനിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? ഞാൻ ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ? ഒന്നൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് അനുഭവമാണ് വേണ്ടത് എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ആനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ആനലൈസ് ചെയ്യാം. ഓക്കെ, മാജിക് മണി ശ്രീകൃഷ്ണ സാർ, ഇതിൽ 4ാമത്തെ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നമ്മൾ ലൈഫിൽ ഇതുവരെ നടന്നതിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണോ അതോ യെസ്റ്റർഡേ നമുക്ക് കിട്ടിയ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണോ എഴുതേണ്ടത്? എല്ലാം എഴുതാം. ഓക്കെ, നടന്നിരിക്കുന്നതാവാം, യെസ്റ്റർഡേ നടന്നതും ആവാം, എന്തും ആവാം. ഓക്കെ, നമ്മൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ യെസ്റ്റർഡേ നടന്ന ഒരു കാര്യത്തിന് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയണേ, ഇന്നലെ എനിക്ക് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും ഈ ആളുകളെ കാണാൻ സാധിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അല്ലെ? അതേപോലെ എനിക്ക് അച്ഛനുള്ളതിന്, അമ്മയുള്ളതിന്, എനിക്ക് ആരോഗ്യമുള്ളതിന്, അങ്ങനെ എനിക്ക് ഓഫീസിലുള്ളതിന്, എല്ലാ കാര്യങ്ങൾക്കും പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യുക? ക്വിക്കായിട്ട് റിസൾട്ട് ഇല്ല. ഇന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആളെ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടും. നാളേക്കൊന്നും എന്ത് ചെയ്യില്ല,
മാറിക്കില്ല. അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഷാമിനി മാം. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് സാറ് പറഞ്ഞു. ഇന്ന് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം എന്തായിരിക്കണം നമ്മളന്ന് നേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിലൊരു സാറ് ഉദാഹരണം പറഞ്ഞത് സ്റ്റേജ് ക്ലോസിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതായത് എനിക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വളരാൻ അതായത് ഇന്ന് എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് പേർക്ക് മെസ്സേജ് അയക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറോട് തയ്യാറാക്കണം എന്നുണ്ട്. അപ്പൊ ഇതില് ഞാൻ ഏതിനെ ഇമ്പ്രൂവ്, കാരണം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം ഇമ്പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എന്നാൽ കുറച്ചും കൂടെ എന്റെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്പാണ് കുറച്ച് മെസ്സേജുകൾ അയക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതിനാ സാർ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതെനിക്കറിയില്ല ഷാമിനി മാം, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കൊരിക്കലും ഇരിക്കുന്നില്ല, വേറെ ആർക്കും അറിയില്ല. കാരണം നിങ്ങൾക്ക് അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഏതാണെന്നുള്ളതിന്റെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ രണ്ടും ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ ഞാൻ ഇതിനു മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് വിശ്വാസമുള്ള ഒരു സംഭവമായിരിക്കണം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കാറിന്റെ സ്പീഡ് 200 km/h. ഓക്കെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ് ഇന്ന് ഞാൻ 1 മണിക്കൂർ കൊണ്ട് 400 km പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഓക്കെ, ഇപ്പൊ സെയിൽസിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളുടെ ലൈഫിൽ ഞാൻ കണ്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇന്ന് എത്ര സെയിൽസ്, അപ്പം ഇന്ന് എനിക്ക് ഒരു കസ്റ്റമർ വേണം. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ എത്ര ലീഡ്സ് ഉണ്ട്? അപ്പൊ അവർ പറയും 2 ലീഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കും ഈ 2 ലീഡ്സിൽ നിന്ന് ഒരു ലീഡ്സ് ക്ലോസ് ആവുന്ന എനിക്ക് ഷുവർ ഉണ്ടോ? ഷുവർ ഇല്ല. ഓക്കെ, പക്ഷെ ഒരാളോട് പറയണേ എൻ്റെ കയ്യിൽ 30 ലീഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും 30 ലീഡ്സ് ഒരു ലീഡ്സ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഷുവർ ഉണ്ടോ? ഷുവർ ഉണ്ട്. ക്ലിയർ ആയോ? അതായത് അവർക്ക് എന്ത് വേണം? ഒരു ഷുവർട്ടി വേണം. അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ അതിനൊരു ബേസിക്, അത് സംഭവിക്കും, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്, അതെനിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളൊരു വിശ്വാസം വരും. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, അപ്പൊ അതിന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇന്ന സമയം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഇത്ര സമയമാണ് വേണ്ടത്. അതിൽ നമ്മൾ എന്താ വേണ്ടത്? മേക്ക് എ പ്രോപ്പർ ടു ഡു ലിസ്റ്റ്. ആ ടു ഡു ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിലെന്ത് ചെയ്യുക? ഈ ഒരു സാധനം ചെയ്യണമെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്? എക്സ്പെക്റ്റഡ് സമയം എത്രയാണ്? ഓക്കെ, അത് ആ എക്സ്പെക്റ്റഡ് സമയത്തിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കുമ്പോൾ ആ എക്സ്പെക്റ്റഡ് ടൈമിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഉണ്ട് സെയിൽസിന് വേണ്ടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സമയം എത്രയാണ്? അത് എപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എന്താ വേണ്ടത്? പ്രോപ്പർ പ്ലാനിങ് ചെയ്യാൻ അറിയണം. ക്ലിയർ ആണോ? ഓക്കെ സർ, താങ്ക് യു. സുലേഹാബി. സർ ഗുഡ് മോർണിംഗ്. മേഘ മാം ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. സർ പിന്നെ അല്ല, സുലേഹാബി ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആൻഡ്രൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സംസാരിക്കും. അവർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കും. ഓക്കെ, സുലേഹാബി പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സാർ. ഞാനിപ്പോ സാർ ഇന്ന് പറഞ്ഞ ക്ലാസ് കറക്റ്റ് ആ ടൈമിലൊക്കെ റിസൾട്ട് തന്നെയാണ്. എന്ന് വെച്ചാല് സാറ് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഒരു ചേഞ്ച് ഇത്ര വരെ കുറെ നാളായി ഒന്ന് ഇതിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് ബാക്ക് പോയിരുന്നു. അപ്പൊ ആ ഇത്രയും വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലോ, ട്രാക്കിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നായിരുന്നു ഞാൻ വിളിക്കുന്ന നമ്മുടെ വിമാജിക്കിലെ ടീം അംഗങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അത് മാറ്റി. കാരണം പറഞ്ഞിട്ടും ആഴ്ചകളോളം ഞാൻ വിചാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ മാറ്റം ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കറക്റ്റ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരെണ്ണം വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ബുക്കും കറക്റ്റ് റീഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കൂടെ വിഷ്വലൈസേഷൻ. അപ്പൊ ഇന്നത്തേത് തിങ്കളാഴ്ചത്തിന്റെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ സാറിനോട് ഇപ്പൊ ഈ റിപ്ലൈ പറയുന്നത് തന്നെ വിഷ്വലൈസേഷനിൽ വന്നിരുന്നു ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്. അപ്പോ മൺഡേത്തെ ക്ലാസ് ആ സാറിന്റെ ആണ്. അപ്പൊ അതിൽ എനിക്ക് പറയണം, റിപ്ലൈ പറയണം, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കണം, വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് തന്നെയാ. അപ്പൊ പക്ഷെ ഇന്നലെയും ഒന്ന് പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് വരെയും. ഇന്നലെ തൊട്ട് ആ ചിന്ത മാറ്റിയതും ശരിക്കും പറ്റി. ഇതുവരെ അപ്പൊ സാറ് പറഞ്ഞ ഇന്നത്തെ ഫുൾ ആ പോയിന്റുകൾ നമ്മളെ ചേഞ്ച് കുറെ മുമ്പത്തേതല്ല,
നമ്മൾ എപ്പോ ചേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പൊ തൊട്ട് നമ്മളെ മൈൻഡും നമ്മളെ ചിന്തകളും മാറ്റിയാൽ തന്നെ റിസൾട്ട് ആയി എന്നുള്ളത് ഇത് കുറെ പറയാനുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ആകെ പറയാനുള്ളത് സാറിന്റെ ഇന്നത്തെ ക്ലാസ് ശരിക്കും റിസൾട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അത് മുന്നേ ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞതിന് നന്ദി പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ ഫാൾട്ട് കൊണ്ടാണ് ഇതിലേക്ക് എത്താൻ പറ്റാത്ത, ഫാൾട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, ഞാൻ ഇന്നലെ തന്നെ റീതിങ്ക് ചെയ്തു. ഈ അച്ചീവ്മെന്റിന്റെ കാര്യം ഞങ്ങളിപ്പോ ഒരാഴ്ചയായിട്ട് ഞാനും നമ്മളെ ടീമിലെ ഒരാളും കൂടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി അച്ചീവ്മെന്റ് ഇപ്പൊ സാറിപ്പോ ഇന്ന് പറഞ്ഞ ആ മെയിൻ ടോപ്പിക്കിൽ വരുന്നതിൽ ചെറിയൊരു കാര്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മള് ചിന്ത തന്നെയാണ് ശരിക്കും നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ബാക്ക് പോകുന്നത് അത് നമ്മളെ ചിന്തയുടെ പ്രശ്നം എന്നല്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സുരാബി. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യാം. ഹായ് സർ, മാജിക് മോർണിംഗ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ, അവരെ ഏത് പശ്ചാത്തലമാണെന്ന് അറിയാൻ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ദിവസവും കുറച്ചു നേരം ഓരോ രക്ഷിതാക്കളെയും വിളിക്കുമ്പോൾ കൂടുതലും അവർ നെഗറ്റീവ് തന്നെയാണ് പറയണത്. എത്രയൊക്കെ ഉള്ളവരാണെങ്കിലോ അതില്ല ഇതില്ല. പക്ഷെ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവര് അതൊന്ന് അറിഞ്ഞാൽ മാത്രമേ ആ കുഞ്ഞ് ഏത് പശ്ചാത്തലമാണ്, അവന് എന്തൊക്കെയാണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയണം. അപ്പോൾ ഇന്ന് സാറ് പറഞ്ഞു ഇങ്ങനെ ഇത്തരം നെഗറ്റീവ് വരുന്നിടത്തുനിന്ന് മാറി നിൽക്കണമെന്ന്. പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ആ രക്ഷിതാക്കളുമായിട്ട് ഇപ്പൊ പുതിയ കുട്ടികളാണ് വന്നത്. അപ്പൊ ദിവസവും കുറച്ചു നേരം രക്ഷിതാക്കളെ വിളിച്ച് ഫോണിലൂടെ ആയാലും വിളിച്ച് അവരുടെ രീതിയും ഒക്കെ അറിയണം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, സോക്രട്ടീസിന്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾക്ക് ഗുണമുണ്ടോ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം കൊണ്ട് തീർച്ചയായിട്ടും ആർക്കും ഗുണമുണ്ട്, നിങ്ങളെ സ്റ്റുഡൻസിനും ഗുണമുണ്ട് അല്ലെ, ആസ് എ പാരന്റ്സ് അവർക്കും ഗുണമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഇവരിങ്ങനെ പറയും അതുകൊണ്ട് നമ്മൾ എന്താ പാടില്ല, നമ്മുടെ എനർജി നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്സ്. പേരൻസ് അങ്ങനെയാണ്, പേരൻസ് അവരെ കുറിച്ച് പറയും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് കാണും. ഓക്കെ, പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ മാറ്റുക. അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആവുന്നില്ല. നമ്മൾ അവരെ ഉപദേശിക്കാനും പോകണ്ട, നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയരുത്, ഇത് ലോ ഓഫ് അട്രാക്ഷൻ എതിരാണ്, അതൊന്നും പറയാൻ പോകണ്ട. പക്ഷെ നമുക്കറിയാം അവർ പറയുന്ന കാര്യം കൊണ്ട് നമ്മൾ ഡൗൺ ആവണോ വേണ്ട, നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരണോ വേണ്ട എന്നുള്ളത് തിരിച്ചറിയുന്നതിനും അതിന് മാനേജർ കപ്പാസിറ്റി ആരുടെ അടുത്തുണ്ട്, മേഘ മാമിന്റെ അടുത്തുണ്ട്. ഓക്കെ, ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഉപ്പ എന്നോട് ഇങ്ങനെ കുറെ കാര്യം പറയാണ്. ഉപ്പ പറഞ്ഞ പോകാൻ പറ്റുമോ? ഇല്ല. എന്റെ ഉമ്മനോട് കാര്യം പറയുമ്പോൾ എന്റെ ഉമ്മനെ ധിക്കരിച്ചിട്ട് ഉമ്മ ഫുൾ നെഗറ്റീവാണ് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ? എന്റെ ഒരു ബോസ് പറയാൻ പോകാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് കേൾക്കുക, പക്ഷെ നമുക്കത് എഫക്ട് ചെയ്യരുത്. നമ്മളിങ്ങനെ കേൾക്കുക. അപ്പൊ അതിനൊരു മെത്തേഡ് ഉണ്ട്. നമ്മളിങ്ങനെ പറയും, എന്താണ്, ഡിലീറ്റ്. നമ്മളിങ്ങനെ പറയും, എന്താണ് അവരിങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ പറയും ഡിലീറ്റ്. നമ്മളിലേക്ക് എന്ത് ചെയ്യില്ല, അത് സ്റ്റോപ്പ്, ക്യാൻസൽ എന്നൊക്കെ പറയും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറിയാൽ മതി. നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കരുത് എന്നല്ല പറയുന്നത്, കേൾക്കാം, സംസാരിക്കാം, ഒക്കെ ചെയ്യാം. കാരണം അത് ഒരു പാർട്ട് ഓഫ് ലൈഫ് ആണല്ലോ. പക്ഷെ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന രീതി മാറ്റി. ഓക്കെ, ആവശ്യമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് നമുക്കും അവർക്കും ഉപകാരം ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെ ചീത്ത പറയാൻ പറ്റില്ല എന്നുള്ളതോ, അവരൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആണെന്നൊന്നും പറഞ്ഞു, അതൊന്നുമല്ല. ആ ഉദ്ദേശിക്കുന്ന രീതി എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും അതിന് ഇന്റൻഷൻ കറക്റ്റ്, ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്തിനാണ് ഞാൻ അത് പറയുന്നത്, എന്താണ് അതിന്റെ നിയ്യത്തും ഇന്റൻഷൻ എന്താണെന്നാണ്. ആ ഇന്റൻഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിലേക്ക് അട്രാക്ട്. ആ ഇന്റൻഷൻ ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഇന്റൻഷൻ വളരെ കറക്റ്റ് ആണ്. എന്താണ്, അവരുടെ പോരായ്മകൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ സ്റ്റുഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട്. അപ്പൊ അതെന്ത് ചെയ്യും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറും. ക്ലിയർ ആണോ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. സിന്ധു മാം. എനിക്ക് സംസാരിക്കാൻ ആ പുതിയ ഒരു വ്യക്തി ഉണ്ടായില്ല, ഗോകുൽ എന്നുണ്ട്. ആ കുട്ടിനെ സാറൊന്ന് വിളിക്കുവോ? ഗൂഗിൾ ഒന്ന് സംസാരിക്കും. ഗൂഗിൾ ഉണ്ടോ? ആ ഉണ്ട്. ഗോകുൽ ഒന്ന് പരിചയപ്പെടുത്തുവോ? ഒരു പക്ഷേ അവന് ബുദ്ധിമുട്ടുണ്ടാവും, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഗൂഗിൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? റെഡി ആയിക്കോളൂ. ഫസ്റ്റ് ആണോ സംസാരിക്കുന്നത്? ഗൂഗിൾ. നമസ്കാരം. പരിചയപ്പെടുത്തും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയില് വളാഞ്ചേരിയാണ് സ്ഥലം.
കേക്കാനില്ലേ? കേൾക്കാം കേൾക്കാം. ആ ഉണ്ട്. ഞാന് ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പൊ ഇപ്പൊ നമ്മളെ ഡ്യൂട്ടി ടൈമാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വരാൻ ഇത് പറ്റാത്തത്. Yeah. പിന്നെ ഇപ്പൊ എന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സോ താങ്ക് യു ആൾ. ഇപ്പൊ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത്തെ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായിട്ട് നടത്തിയതിനു ശേഷം ഈവനിങ് നിങ്ങളുടെ റിസൾട്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം ടീം മെമ്പേഴ്സ് എനിക്ക് എന്ത് ചെയ്യുക, ആ ഒരു ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരുടെയും മാക്സിമം നിങ്ങൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രത്യേകത മനുഷ്യൻ ഒരാൾ ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യം, ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ കാര്യമില്ല, ആലിയ ഭട്ടിന് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും വിരാട് കോഹ്ലിക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കും. മറ്റൊരാൾക്ക് അച്ചീവ്മെന്റ് അത് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൂടും. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് കിട്ടി എന്നുള്ള ഒരു കമന്റ് റിയൽ ആയിട്ടായിരിക്കണം പറയേണ്ടത്, കള്ളായിരിക്കരുത്. മറ്റൊരാൾ എന്ത് ചെയ്യും, ഇത് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറും. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you so much. Thank you all. Thank you, sir. Thank you, sir. Thank you all. Thank you, sir. Thank you.